ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിതാ ഇതുപോലെ സബ്യസാച്ചി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഭാഗവും സ്ലീവും അതുപോലെ തന്നെ ബാക്ക് പോർഷനും ഒക്കെ എങ്ങനെയാണ് കട്ട് ചെയ്ത് ഇതുപോലെ ഇത്രയും നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയെ. അതുപോലെ തന്നെ സ്ലീവൊക്കെ നമ്മൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പഫ് സ്ലീവ് ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് പോർഷനാണ് നമ്മളിതിന് ഹുക്കും ഹോളും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് ബാക്ക് പോർഷനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതെന്നും ഇതിൻ്റെ ഫുൾ വീഡിയോയാണ് നമ്മളിന്ന് ഇടുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ. ഈ സബ്യസാച്ചി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഇത് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ എടുക്കുന്നതും ഉള്ളത് നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബാലൻസ് ആണ്, അതായത് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ രണ്ടായിട്ട് നമ്മളുടെ ലൈനിങ് പീസിനെ ഇതുപോലെ നമ്മൾ മടക്കി ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തേ. ഇനി നമ്മൾ ലെങ്ത് ആണ് എടുക്കുന്നത്. ഇത് എത്രയാണോ ലെങ്ത്, എത്രയാണോ ഫ്രണ്ട് പോർഷന് ലെങ്ത് എടുത്തിരിക്കുന്നത്, അതായത് മുൻവശത്തിന് എത്രയാണോ ലെങ്ത് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ബാക്ക് പോർഷൻ എടുത്താൽ മതിയേ. 1 ഇഞ്ച് കുറച്ച് ഇതുപോലെ ബാക്ക് പോർഷന് നമ്മൾ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചാർട്ട് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാർട്ട് പേപ്പർ എടുത്തതിന് ശേഷം അത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചാർട്ട് പേപ്പറിലാണ് കട്ട് ചെയ്തത്. അത് കറക്റ്റായിട്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അത് കിട്ടും. എന്നിട്ട് അവിടെ ഇതുപോലെ നമ്മളുടെ ആം ഹോളിൻ്റെ ഭാഗവും, അതായത് കൈക്കുഴിയുടെ ഭാഗവും അതുപോലെ തന്നെ നമ്മളുടെ നെക്കിൻ്റെ ഭാഗവും നമ്മളുടെ കഴുത്തിൻ്റെ ആ ഭാഗവും എല്ലാം നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ കറക്റ്റായിട്ടുള്ള അളവ് നമുക്ക് കിട്ടും, ഒരു വ്യത്യാസവും ഇല്ലാതെ. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ എത്രയാണോ അളവ് കൊടുത്തിരിക്കുന്ന ആ സെയിം അളവ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി, വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇനി നമ്മൾ ബാക്ക് പോർഷന് ഇതുപോലെ നമുക്ക് എത്രയാണെന്നുള്ളത് അത് കറക്റ്റായിട്ട് അവിടെ വരുന്ന രീതിയിൽ ഇതുപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനെക്കാട്ടിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ കയറ്റി നമ്മൾ ആം ഹോൾ അങ്ങ് വരച്ച് കൊടുത്താൽ മതി. അപ്പം ബാക്ക് പോർഷന് കറക്റ്റായിട്ട് കിട്ടും. ഇനി നെക്കൊക്കെ നമുക്ക് എത്രയാണോ നമുക്ക് കഴുത്ത് ഇറക്കം വേണ്ടത് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഏതെങ്കിലും മോഡലിൽ ഡിസൈനൊക്കെ വേണമെങ്കിലും കൊടുക്കാവേ. നമ്മളിപ്പം ഇവിടെ ഒരു 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല നെക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല റൗണ്ട് കിട്ടും. അതിനുശേഷം ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ നിവർത്തുമ്പോൾ ഇതുപോലെ ലഭിക്കുക. ഇപ്പം നമുക്ക് ബാക്ക് പോർഷനാണ് ഓപ്പൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും ഈ പീസിലേക്ക് നമ്മളുടെ മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഹുക്കും ഹോളും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് പലതവണ നമ്മൾ ഇട്ടത് കൊണ്ടാണ് ഇവിടെ ഇപ്പം കാണിക്കാത്തത്. ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പീസിൽ ഹുക്കും ഹോളും ഒക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് നല്ല പീസൂടെ വെച്ച് കൊടുത്ത് ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നമ്മൾ 2 പ്രാവശ്യത്തോളം സ്റ്റിച്ച് ചെയ്തെടുത്തോണേ. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് നിവർത്തി ഇടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ആം ഹോളിൻ്റെ ലെങ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മളുടെ കൈക്കുഴി ഈ ഷോൾഡർ മുതൽ ഇവിടം വരെ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ സീം അലവൻസ് വരെ നമുക്കൊരു 9.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ സീം അലവൻസ് ഉൾപ്പെടെ നമുക്കൊരു 11.5 ഇഞ്ചുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മളുടെ സ്ലീവിനായിട്ടെടുത്ത ക്ലോത്തിനെ 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു പഫ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ലെങ്ത് നമുക്ക് ഒരു 10 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ഇപ്പം കിട്ടിയിരിക്കുന്നത്. അതിൽ 9 ഇഞ്ച് നമ്മളുടെ സ്ലീവിനായിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലോസ് ആയ ഭാഗത്ത് നിന്ന് വളരെ സിമ്പിൾ മെത്തേഡിലുള്ള ഒരു പഫ് സ്ലീവാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ക്ലോസ് ആയ ഭാഗത്ത് നിന്ന് നമ്മൾ 5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലോസ് ആയ ഭാഗത്ത് നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടത് എത്രയാണ്, നമുക്കിപ്പോൾ 9.5 ഇഞ്ചാണ്
സ്ലീവ് വരെയുള്ള വിഡ്ത്ത് വേണ്ട. അപ്പോൾ നമ്മൾ 10 ഇഞ്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് ആ ലെങ്താണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. നമ്മളിപ്പോൾ ഒരു 9 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഓപ്പൺ ഭാഗത്ത് നിന്ന്, അതായത് നമ്മൾ ഇവിടെ ഓപ്പൺ ഭാഗത്ത് നിന്ന് നമ്മളൊരു 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം പഫ് സ്ലീവ് ആയതുകൊണ്ടാണ് നമുക്കൊരു 4 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാവേ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം. ബാക്കി നമ്മൾ 5 ഇഞ്ച് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അവിടെ നമുക്ക് ചുരുക്ക് കൊടുക്കാൻ വേണ്ടിയേ. എന്നിട്ട് ഇവിടെ കൂട്ടി ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗവും നമ്മളൊന്ന് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ 2 ഭാഗത്തും താഴെയും മുകളിലും ഇതുപോലെ ഒന്ന് സ്മോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നിവർത്തിയതിന് ശേഷം നമ്മളിതിനെ 2 സ്ലീവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സെൻറ്റർ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ നിവർത്തുന്നു. ഇവിടെ എല്ലാം നമ്മളിപ്പോൾ ഇതുപോലെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് 1 ഇഞ്ചോളം നമ്മൾ ഇതുപോലെ ചെരിച്ച് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗത്ത് വരേണ്ടത്. എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെയും നമ്മൾ ആ കറക്റ്റ് പോയിൻ്റ് എവിടെയാണോ അവിടെയും ഒന്ന് സ്മോൾ കട്ട് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ഇങ്ങനെ നമ്മൾ 5 ഇഞ്ച് വരുന്നിടമാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഒരേ ഡയറക്ഷനിൽ വേണമെങ്കിലും ചുരുക്കിടാം. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ആദ്യമേ ഇട്ടതിൽ നിന്ന് നേരെ തിരിഞ്ഞ വശത്തേക്ക് ഇടുകയാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ഒരു 2 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ 2 ഇഞ്ച് വിട്ട് നമുക്ക് ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ക്ലോത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരെണ്ണത്തിന് 4 ഇഞ്ച് വരെ ഇതിന് വിട്ട് കൊടുക്കാവേ. നമ്മുടെ കയ്യിൽ അതിനുള്ള ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ട് 2 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ സ്ലീവിൻ്റെ ബോട്ടം ഭാഗമേ. അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഈ ഭാഗത്ത് നല്ല വീതിയിൽ വേണമെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ക്ലോത്ത് അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള തുണിയുടെ അനുസരിച്ച് നമുക്ക് വീതി കൂട്ടി കൊടുക്കാവേ. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ക്ലോത്തേ ഉള്ളത് കൊണ്ട് നമ്മളിതാ ഇതുപോലെ ചെറിയ സ്ട്രിപ്പാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഒരു പഫ് സ്ലീവ് ഇവിടെ റെഡിയായി ലഭിച്ചേ. ഇനി നമ്മളുടെ ബ്ലൗസിൻ്റെ ആ ഷോൾഡർ ഭാഗം എടുക്കുക. എന്നിട്ട് ഇവിടെ ഫ്രണ്ട് ആം ഹോളിന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തില്ലേ, അവിടെ മുൻവശത്ത് വരണേ. ആ രീതിയിൽ നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലീവ് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുവേ. അതിനുശേഷം ഇപ്പുറം തിരിച്ച് അതിൻ്റെ ബാലൻസ് ഭാഗവും ബാക്ക് പോർഷൻ വരുന്നിടവും കൂട്ടി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 പ്രാവശ്യം 2 ടൈംസ് ചെയ്തോണേ. അതുപോലെ തന്നെ ഇതേ സെയിം മെത്തേഡിലാണ് ഇപ്പോഴത്തെ സ്ലീവും നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് സൈഡെല്ലാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സബ്യസാച്ചി ബ്ലൗസാണ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിച്ചത്. നെക്കൊക്കെ നമ്മൾ ഹെമ്മിങ് കൊടുത്തിട്ടുണ്ട്, കൈ തയ്യൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ക്രോസ് കട്ട് ചെയ്ത്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ടാഗും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ വള്ളി കെട്ടാനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡുകളെല്ലാം നമ്മൾ ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ബോട്ടം ഭാഗവും നമ്മളൊരു സ്ട്രിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൈത്തയ്യൽ ചെയ്താണ് അടിഭാഗവും ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട്, ഒരു ഇൻസ്റ്റയും ഉണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.